ശ്രീ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു ഇതേ വിഷയത്തിലാണെന്ന് തോന്നുന്നു. ആർസിൽ പണം കൊടുത്തിട്ട് തലേദിവസം ട്രഷറി അടക്കുകയും പണം കൊടുത്തു, പക്ഷേ ചെലവാക്കാൻ പറ്റില്ല, ട്രഷറി അടക്കുകയും ചെയ്തു. ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളെ, പ്രാദേശിക സർക്കാരുകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന സർക്കാരാണ്. എന്നിട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പണം കൊടുത്തിട്ടില്ല, സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് വികസന സദസ്സ് നടത്താൻ, അതായത് മറ്റൊരു സദസ്സ് നടത്തിയല്ലോ, എന്താണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് തന്നെ നവകേരള സദസ്സ്, കേരളം മുഴുവൻ പ്രഹസനമാക്കി മാറ്റിയ, അതിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി, ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തി, ഒരു സ്ഥലത്ത് കണക്ക് ഹാജരാക്കാതെ കോടികൾ വിഴുങ്ങിയ നവകേരള സദസ്സിന് സമാനമായി ജനങ്ങൾ കൊടുക്കുന്ന, സാധാരണക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇനി എന്ത് വികസന സദസ്സ് നടത്തേണ്ടത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. പിന്നെ ഓണക്കാലം എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റമാണ്. കഴിഞ്ഞ 7 മാസമായി രാഷ്ട്രീയ കാപട്യമാണ് അയ്യപ്പ സംഗമം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യം എന്ന നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കന്റോൺമെന്റ് ഹൌസിലെത്തി ക്ഷണിച്ചിരുന്നു. പക്ഷേ PS പ്രശാന്തുമായി കൂടിക്കാഴ്ച വി ഡി സതീശൻ നടത്തിയിരുന്നില്ല. കത്തവിടെ കന്റോൺമെന്റ് ഹൌസിൽ ഏൽപ്പിച്ച് മടങ്ങുകയായിരുന്നു. നേരത്തെ നാമജപ ഘോഷയാത്രയ്ക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുള്ളതാണ് 2018. ഈ കേസുകൾ പിൻവലിക്കണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. ഈ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന സമയത്തും ശബരിമല കുറിച്ചുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഉള്ള സമയത്തും അതിലൊരു തിരുത്തൽ വരാതെ അയ്യപ്പ സംഗമം നടത്തുന്നത് അത് വിശ്വാസികൾക്കെതിരാണ്, വിശ്വാസത്തിനെതിരാണ് എന്നാണ് UDFന്റെ നിലപാട്. ഈ നിലപാട് കൂടി വ്യക്തമാക്കുകയായിരുന്നു UDF ചെയ്തത്. സത്യവാങ്മൂലം പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ഇപ്പോഴും CPM ഒരു വ്യക്തത വരുത്തുന്നില്ലല്ലോ. അനിൽകുമാറിന്റെ വാക്കുകളിലും അദ്ദേഹം അയ്യപ്പ സംഗമം കഴിയട്ടെ എന്നുള്ള നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ഹിന്ദു സമുദായത്തെ മുതലെടുക്കുവാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ പറയുകയാണ്. മതേതര സർക്കാരിന് അയ്യപ്പ സംഗമം നടത്തുവാനുള്ള അർഹതയില്ല എന്നാണ് BJPയുടെ നിലപാട്. അതേസമയം NSSന്റെ നിലപാടിനെ ഇപ്പോൾ കുമ്മനം വിമർശിക്കുന്നില്ല. നേരത്തെ ആ രീതിയിലുള്ള വിമർശനം കുമ്മനത്തിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. NSS അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ. പക്ഷേ ഇപ്പോൾ മൃദുവായൊരു സമീപനം NSSനോട് സ്വീകരിക്കുകയാണ്. NSSനെ പിണക്കേണ്ട എന്ന നിലപാട് BJP എടുക്കുകയാണ്. NSS വിശ്വാസം സംരക്ഷിക്കണം എന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളിൽ മാറ്റമുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് NSSന്റെ ഉറച്ച നിലപാടാണ്. അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് NSS അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നും BJP വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഒരിക്കൽ കൂടി UDF എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ്. അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് CPMകാർ. ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല. ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ്, അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്, അല്ലെ? നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാര ലംഘനം ശരിയാണ്, ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ? അത് പറയില്ലേ അവരൊരു സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് 9 കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം 10ാമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നു? 9 കൊല്ലം ഇട്ടില്ല, 10ാമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി, അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മൾ അറിയണ്ടേ? കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വരെ കേസുണ്ട്. എല്ലാവർക്കും എതിരെ കേസുകൾ, ഇവർക്കെതിരെ അടൂർ പ്രകാശിനെതിരെ CPMനെതിരെ ഒക്കെ കേസുണ്ട്. അല്ല, ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ്സ്, അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അല്ല, അത് അവരുടെ ഇഷ്ടം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞത്
ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അതൊക്കെ അതാത് മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അവരുടെ അഭിപ്രായം. അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകാട്ടാറില്ല. സർക്കാർ വലിയൊരു പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഈ പറഞ്ഞ ആരോപണങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമം അല്ല, ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ. ഇതിപ്പോ നമ്മൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്ന ജനങ്ങളോടല്ലേ ചോദിക്കുന്നത്. ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലോ, അയ്യപ്പ ഭക്തർ തിരിച്ചറിയല്ലോ. ഇവര് ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ്. നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് പിൻവലിക്കുമോ? അപ്പോ അത് പിൻവലിക്കുമോ? അത് പറയണ്ടേ? ഈ കേസുകൾ പിൻവലിക്കുമോ? ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ? അല്ല, 10 കോടി, ഞാൻ പറയില്ല, 82 ലക്ഷം കൊടുക്കേണ്ടത് 10 കോടി കൊടുക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. 10 കോടി പോട്ടെ, സ്ഥിരം കൊടുക്കുന്ന 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 കൊല്ലമായി. റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല, ഒന്നിനും പൈസ കൊടുക്കുന്നില്ല. അല്ല, കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെന്റ് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക 3 കൊല്ലമായിട്ട് കൊടുക്കുന്നില്ല. 10 കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. 82 ലക്ഷം എല്ലാ വർഷവും 10 കോടിയാക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ. ഈ 82 കൊടുത്തിട്ടില്ല, പിന്നെയാണ് 10 കോടി കൊടുക്കുന്നത്. അപ്പൊ കാപട്യാണ്. അല്ല, എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എന്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊരു എന്റെ വീടല്ലല്ലോ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത്, അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത്. എന്തൊരു മര്യാദയാണ് അതൊക്കെ. നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത്, അല്ലേ? ഗവൺമെന്റാണ് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണ് അവര്. അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ്. അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകളെടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ്. അപ്പൊ കേസ് പിൻവലിക്കണ്ടേ? പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കെട്ടിയ ആളുകളാണ്. അപ്പൊ അതൊക്കെ തള്ളി പറയണ്ടേ? അതെല്ലാം തള്ളി പറയണ്ടേ? ഉറപ്പായിട്ടും അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്. അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോ സർക്കാരല്ലേ.
മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. സർക്കാരല്ലേ അവിടെ നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ പുറകില്, അവരാണല്ലോ എല്ലാത്തിന്റെയും പുറകിൽ. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു. ഞങ്ങളെ യു ഡി എഫ് നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു. ഇവര് പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, നവോത്ഥാനത്തിന്റെ വക്താക്കൾ, അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതില് കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ആക്കിയില്ലേ? മറുപടി പറയണ്ടേ? ഇപ്പൊ ഈ കാര്യങ്ങൾ, ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന്. അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്തൊക്കെ പറയുന്നത്? രാവിലെ വൈകുന്നേരവും എന്തെല്ലാം മാറ്റി പറയുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണൻ മകനും തമ്മിലുള്ള ബന്ധത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന അതേ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാരണം വർഗീയമായി ഇതിനൊക്കെ എതിരിഞ്ഞ് മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നു. ഒപ്പം ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് നിർത്തും. ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ. സത്യവാങ്മൂലം, അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാർ കൊടുത്തിരിക്കുന്ന UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. അത് അവിടെ നിൽക്കാണ്. അപ്പോൾ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാപട്യമാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് അതാണ് ആണല്ലോ. അതല്ലേ? അത് ചോദിക്കണ്ടേ ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ ഇത് അടുത്ത സർക്കാർ നടത്തിക്കോളൂ. ഇവര് നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ? 9 വർഷം. എന്നാൽ ഞങ്ങള് UDF സർക്കാർ തുടങ്ങിയ വനം ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവര് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയനെ? തൊട്ടില്ല. അവര് ചെറുവിരലനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട്? അല്ല, ഞങ്ങള് ചോദിക്കുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണിത്. ഈ ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് മറുപടി പറയട്ടെ. 9 കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം? ഒരു അവ്യക്തതയില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗമൊന്നും അല്ലല്ലോ. ലെറ്റ് മീ കംപ്ലീറ്റ്. എന്നോട് ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ? ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയോ ഇല്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ. അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങൾ? ഫ്യൂഡലിസ്റ്റുകളല്ലേ? ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു. അല്ല, അതിന് മറുപടി പറയട്ടെ എന്നേ. നിങ്ങളെങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ.
എന്നിട്ട് അതിന്റെ സത്യസന്ധത ഈ രണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം കേസ് പിൻവലിക്കുമോ എന്നതാണ്. അത് പിൻവലിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ചെയ്തില്ലല്ലോ. എന്നാ നിയമസഭയിൽ പറഞ്ഞ 4 കൊല്ലമായി. നിയമസഭയിൽ പറഞ്ഞത് 4 കൊല്ലം. നിയമസഭ 4.5 കൊല്ലമായി. വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസ്. ഇവർക്കെതിരെ കേസ് നിൽക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്. നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ NSS അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക. ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെ ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. ഇതിനിടയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിൽ ചില ജ്യോതിഷ ചാർട്ടുകളുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ ബോക്സ് ഉണ്ടെന്ന നിലയിലേക്ക് അതിലൊക്കെ വലിയ വസ്തുത. അല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പിന്നെ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാല്ല. അത് ഞാനും നിങ്ങൾ കേട്ടപ്പോ നിങ്ങളുടെ ഉള്ളിലും പുറത്തൊരു ചിരി വന്നതാണ് ആ വാർത്ത വായിച്ചപ്പോ. അത് നമുക്കും വന്നു എന്നല്ലാതെ ഞങ്ങളാരും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. എനിക്ക് നിങ്ങളെ അന്വേഷിക്കാനും അല്ല സത്യാവസ്ഥ. ബദലായി BHP മന്ദവത്ത് അയ്യപ്പ സംഘം നടത്തണം. അപ്പൊ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. മനസ്സിലായി? ഇതിന്റെ ബെനഫിഷ്യറീസ്, ഇതിന്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയാണ്, യുക്തിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത്. 10ാമത്തെ വർഷം, ഞാൻ ഈ പറയുന്ന വാചകമാണ് പ്രധാനം, 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേകമായ ഒരു അയ്യപ്പ ഭക്തി. അത് പയ്യന്നൂരിൽ താങ്കൾ ചോദിച്ചതുപോലെ അത് പയ്യന്നൂരിൽ നിന്ന് വന്നതാണോ, എവിടെ നിന്നാണ്, ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ എന്നറിയാത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദയം ചെയ്തതാണോ എന്ന് അന്വേഷിക്കണം ആദ്യം. അതാണ് ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്തത്. ഞങ്ങൾ അതിന്റെ കാപട്യത്തെയാണ് ചോദ്യം ചെയ്തത്. മനസ്സിലായോ? അയ്യപ്പനെ അതൊരു വിശ്വാസമല്ലേ, അയ്യപ്പൻ അല്ലേ, ഭയങ്കര വിശ്വാസമല്ലേ. ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കാപട്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രതികരണം. UDF നിലപാട് വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ കാപട്യമാണ് അയ്യപ്പ സംഗമം എന്ന നിലപാടാണ് UDF പ്രഖ്യാപിക്കുന്നത്. 2 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് UDF. ഒന്ന്, സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം, അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തുമോ എന്നുള്ള കാര്യം, അത് തിരുത്തി നൽകുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പൊതുസമൂഹത്തോടും അയ്യപ്പ വിശ്വാസികളോടും പറയണം എന്ന് UDF ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ 2018 ശബരിമല പ്രക്ഷോഭ കാലത്ത് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുമോ എന്നുള്ള കാര്യവും VD സതീശൻ ചോദിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുകയില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ അനുവാദം കിട്ടിയില്ല എന്നുള്ള കാര്യം, കാണാൻ അനുമതി നൽകിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വന്നിരുന്നു. പക്ഷേ മുൻകൂട്ടി അനുവാദം ചോദിക്കാതെ വന്നതിനാൽ താൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളിയിൽ പോയി താൻ അനുമതി നൽകിയില്ല എന്ന കാര്യം പ്രചരിപ്പിക്കുകയായിരുന്നു എന്നും VD സതീശൻ പറയുകയാണ്.